ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നിറവര എഡ്യൂക്കേഷൻ. പഠിപ്പിക്കുന്ന പോർഷൻസ് നന്നായി മനസ്സിലാകാൻ ലെക്ചർ 1 to 4 കണ്ടതിന് ശേഷം ലെക്ചർ 5 കാണുക. നെക്സ്റ്റ് ഈസ് കൂളംസ് ലോ. സോ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുകൾ രണ്ട് ടൈപ്പാണുള്ളത്. ദാറ്റ് മീൻസ് റിപ്പൾസീവ് ഫോഴ്സും അട്രാക്റ്റീവ് ഫോഴ്സും. ചാർജുകൾ സിമിലർ ചാർജുകളാണെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചാർജുകളാണെങ്കിൽ അവർക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും. അൺലൈക്ക് ചാർജുകളാണെങ്കിൽ അവർക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് നേച്ചറുള്ളതായിരിക്കും. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയേണ്ടത് ഹൗ മച്ച് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അല്ലെങ്കിൽ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ വാല്യൂ എത്രയായിരിക്കും എന്നാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, ആ വാല്യൂ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലോയാണ് കൂളംസ് ലോ. സോ കൂളംസ് ലോ ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. സോ ഫോർ ആൻ എക്സാമ്പിൾ, ഞാനിവിടെ രണ്ട് ചാർജുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നു, Q1 ആൻഡ് Q2. രണ്ട് പോസിറ്റീവ് ചാർജുകളാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് R. സോ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമുക്കറിയാം ലൈക്ക് ചാർജുകളാണ്. ലൈക്ക് ചാർജുകളുടെ നേച്ചർ റിപ്പൾസീവ് ആയിരിക്കും. സോ Q1 എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് Q2 എന്ന് പറയുന്ന ചാർജിനെ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് റിപ്പൽ ചെയ്യുന്നു. സോ Q2വിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആയിരിക്കും. സിമിലർലി Q2 എന്ന് പറയുന്ന ചാർജ് ഒരു ഫോഴ്സ് ഉപയോഗിച്ച് Q1നെ റിപ്പൽ ചെയ്യുന്നു. സോ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ. ഓക്കെ, നൗ അസ്യൂം ഏതെങ്കിലും ഒരു ചാർജ് നെഗറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഫോർ ആൻ എക്സാമ്പിൾ, Q2 ഒരു നെഗറ്റീവ് ചാർജാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് Q1ഉം Q2ഉം മ്യൂച്വലി അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ Q1ലെ ഫോഴ്സ് ഈ ഡയറക്ഷനിലും Q2ലെ ഫോഴ്സ് ഈ ഡയറക്ഷനിലുമായിരിക്കും ആക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കും. എങ്ങനെയായാലും അട്രാക്റ്റീവ് ആണെങ്കിലും റിപ്പൾസീവ് ആണെങ്കിലും അവർക്കിടയിലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അലോങ് ദിസ് ലൈൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എപ്പോഴും അലോങ് ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വെദർ ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്, the line of action of force is always along the straight line joining the two charges. That is the very important and basic concept of Coulomb's law. The line of action of electrostatic force is always along the line joining the two charges. Okay. Now നമ്മൾ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് Q1 Q2 രണ്ട് പോസിറ്റീവ് ചാർജാണ്. സോ ആ റിപ്പൾസീവ് ഫോഴ്സ് Q1 Q2നെ റിപ്പൽ ചെയ്യുന്ന ആ ഫോഴ്സാണ് F. സോ F ഈസ് ദ electrostatic force here. So what are the factors affect F? We can say F is directly proportional to Q1 into Q2. നമ്മൾക്കറിയാം Q1 Q2 ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്പൾഷൻ കൂടുതലായിരിക്കും. സോ റിപ്പൾസീവ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ചാർജസ്. Product of magnitude of two charges. Okay, now consider this distance between the two charges.
ഈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ കൂട്ടി. ദാറ്റ് മീൻസ് ഈ Q1 എന്ന് പറയുന്ന ചാർജിനെ Q2വിനേക്കാൾ കുറച്ചുകൂടെ ദൂരത്തിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടുന്നു എന്ന് കരുതുക. ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നോർമലി ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ വാല്യൂ നോർമലി കുറയും. സോ വി ക്യാൻ സേ F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു square of the distance between them. This is called inverse square law. Inverse square law. Inverse square law +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. +1 ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു G m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് +1 ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ F ഈസ് ഈക്വൽ ടു GM1 M2 ഡിവൈഡഡ് ബൈ r². സോ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ സിമിലർ കോൺസെപ്റ്റ് തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിലും വരുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു square of the distance between them. So we can combine these two relations. So electrostatic force is directly proportional to product of magnitude of two charges, and electrostatic force is inversely proportional to square of the distance between them. So combining both, the electrostatic force is proportional to Q1 into Q2 divided by r². So we can say the electrostatic force between Q1 and Q2 is directly proportional to the product of magnitude of two charges and inversely proportional to the square of the distance between them. This is called Coulomb's law. This is called Coulomb's law. ഓക്കെ, നൗ ഈ റിലേഷനിലെ പ്രപ്പോർഷണാലിറ്റി സൈഡിനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു പ്രപ്പോർഷണാലിറ്റി റിലേഷനെ നമ്മൾ ഈക്വൽ റിലേഷൻ ആക്കുമ്പോൾ നമുക്കറിയാം വി ഹാവ് ടു ഗീവ് എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഹിയർ I can say C is the proportionality constant. So F is equal to C into Q1 Q2 divided by r². So now the Coulomb's law is in a form of an equation. So F is equal to C into Q1 Q2 divided by r². Here Q1 Q2 are the two charges and r is the distance between these two charges, and C is called Coulomb's constant. So this is Coulomb's law, and this is Coulomb's law in form of an equation. F is equal to C into Q1 Q2 divided by r².